5 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ തലചായ്ക്കാനൊരിടമെന്ന സ്വപ്നമാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ യാഥാർത്ഥ്യമാക്കിയത്. ഒരു വീട് അത് വെറും കല്ലും സിമന്റും മാത്രമല്ല, ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അന്തസ്സാണ്, സുരക്ഷിതത്വമാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവമായിരുന്നു ലൈഫ് മിഷൻ. എന്നാൽ ഇന്ന് ആ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്താനുള്ള ശ്രമമാണ് UDF സർക്കാർ നടത്തുന്നത്. രാഷ്ട്രീയ പകപോക്കലിനു വേണ്ടി പാവപ്പെട്ടവന്റെ മേൽക്കൂര പൊളിക്കുന്ന ഈ നടപടി സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമാണ്. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ അർഹതപ്പെട്ടവന് വീട് നൽകിയ ലൈഫ് മിഷൻ ഇപ്പോഴിതാ ഈ പദ്ധതി നിർത്തിവെച്ച് ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാർ കൈയൊഴിയുകയാണ്. ഇത് കേവലം ഒരു പദ്ധതി നിർത്തലാക്കലല്ല, മറിച്ച് ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ നെഞ്ചത്തടിക്കുന്ന തീരുമാനമാണ്. നിലവിൽ പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങളിൽ വീട് പണിയെത്തി നിൽക്കുന്ന കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്താനല്ലേ ഈ ശ്രമം? UDF സർക്കാരിനോട് ഒരു ചോദ്യമേ ഉള്ളൂ. LDF സർക്കാർ കൊണ്ടുവന്ന പദ്ധതി എന്നത് മാത്രമാണോ ലൈഫ് മിഷൻ ചെയ്ത തെറ്റ്? ജനക്ഷേമ പദ്ധതികൾക്ക് തുടർച്ചയുണ്ടാകുക എന്നതാണ് ജനാധിപത്യ മര്യാദ. എന്നാൽ അധികാരത്തിൽ വന്നയുടൻ ജനങ്ങളെ വഴിയാധാരമാക്കുന്ന ഇത്തരം ഭരണപരിഷ്കാരങ്ങൾ ആർക്കു വേണ്ടിയാണ്? കോർപ്പറേറ്റുകൾക്കും വമ്പൻ സ്രാവുകൾക്കും വേണ്ടി ഖജനാവ് തുറന്നിടുന്നവർ. പാവപ്പെട്ടവന്റെ ലൈഫ് പദ്ധതിക്ക് പണമില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ഇത് നിരുത്തരവാദിത്തപരമായ ഒഴിഞ്ഞുമാറലാണ്. അനുമതി കിട്ടി പണി തുടങ്ങിയവർക്കും ലിസ്റ്റിൽ ഉൾപ്പെട്ട് തങ്ങളുടെ ഊഴം കാത്തിരിക്കുന്നവർക്കും ഇത് സൃഷ്ടിക്കുന്ന ആഘാതം ചെറുതൊന്നുമല്ല. സർക്കാർ വാഗ്ദാനം നൽകിയ തുക തടയുന്നതിലൂടെ ആ കുടുംബങ്ങളെ കടക്കണിയിലേക്കും ആത്മഹത്യയിലേക്കുമാണോ നിങ്ങൾ തള്ളിവിടുന്നത്? വികസനത്തിന്റെ പേര് പറഞ്ഞ് അധികാരത്തിലേറിയവർ ആദ്യം ചെയ്യുന്നത് പാവപ്പെട്ടവന്റെ അന്നവും അന്തിയുറങ്ങാനുള്ള ഇടവും ഇല്ലാതാക്കുക എന്നതാണോ? ലൈഫ് മിഷൻ അട്ടിമറിക്കുന്നതിലൂടെ ആരെയാണ് നിങ്ങൾ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്? രാഷ്ട്രീയ പകപോക്കലിന് ഇരയാക്കേണ്ടത് പാവപ്പെട്ടവന്റെ വീടല്ല എന്നീ സർക്കാർ തിരിച്ചറിയണം. ഈ നീക്കം കേരളം അനുവദിക്കില്ല. വീട് ലഭിക്കാൻ അർഹതപ്പെട്ട ഓരോ കുടുംബത്തിന്റെയും അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. സർക്കാരിന്റെ ഈ ജനദ്രോഹ നടപടിക്കെതിരെ ജനം ശബ്ദമുയർത്തുക തന്നെ ചെയ്യും. രാജ്യത്തിനും ലോകത്തിനും കേരളം സമ്മാനിച്ച ഈ പുതിയ മാതൃകയെ തകർക്കലാണ് തന്റെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് എങ്ങനെ ഒരു മന്ത്രിക്ക് പ്രഖ്യാപിക്കാനാവും? അടച്ചുറപ്പുള്ള വീട് ഓരോ മനുഷ്യന്റെയും അവകാശമാണ്. അതുറപ്പാക്കാൻ ഇച്ഛാശക്തിയോടെ ഇടതുപക്ഷ സർക്കാർ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് 20 ലക്ഷത്തിലധികം പേർ സ്വന്തം വീടെന്ന അഭിമാനബോധത്തോടെ ഇന്ന് ജീവിക്കുന്നത്. ഇത്തരം വീടുകളിൽ ചാപ്പ കുത്തണമെന്ന കേന്ദ്ര നിർദ്ദേശം തള്ളിയാണ് കേരളം മുന്നോട്ടു പോയത്. കേരളത്തിലെ ജനങ്ങൾ ഇത് കണ്ടു നിൽക്കില്ല. അടച്ചുറപ്പുള്ള ഒരു വീടെന്ന സ്വപ്നം കണ്ട പാവപ്പെട്ടവരുടെ കണ്ണീരിന് ഈ സർക്കാർ മറുപടി പറയേണ്ടി വരും. രാഷ്ട്രീയത്തിനതീതമായി നമ്മൾ ഈ അനീതിക്കെതിരെ പ്രതികരിക്കണം. ഇതിനോടകം സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രതിഷേധമാണ് UDF സർക്കാരിനെതിരെ ഉയരുന്നത്. ആത്മാഭിമാനത്തോടെ വേർതിരിവുകളില്ലാതെ ഓരോ മനുഷ്യനും ജീവിക്കുവാനുള്ള അവകാശത്തെ അട്ടിമറിക്കുകയാണ് UDF ലക്ഷ്യം. ഈ നീക്കത്തെ പ്രബുദ്ധ കേരളം ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും. ഡിജിറ്റൽ ഡെസ്ക്, കൈരളി ന്യൂസ്.